മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇപ്പൊ ഞാൻ വിവരിച്ച ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചത്. ഇനിയിപ്പോൾ വിവരിക്കാൻ പോകുന്നൊരു കാര്യം, ഇത് കഴിഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. മനഃപൂർവ്വം രണ്ടാക്കാൻ കാരണം ഒരേ വിഷയത്തെക്കുറിച്ചുള്ള രണ്ട് നല്ല കമന്റുകൾ പറയാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ പൈതൃകം അത് അന്ധവിശ്വാസവും ദുരാചാരവും അനാചാരങ്ങളും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമെല്ലാം ആയിരുന്നു എങ്കിൽ നമ്മുടെ പൈതൃകത്തിനകത്ത് ഒന്നുമില്ല, വെറും സവർണ മൂരാച്ചി ഫാസിസ്റ്റ് പിന്തിരിപ്പൻ അങ്ങനെയൊക്കെയുള്ളതായിരുന്നു എങ്കിൽ ആ പൈതൃകത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുന്ന ഒന്നുമില്ല എന്ന് ആർക്കെങ്കിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് പറയാറുണ്ട്, അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്, ചാണക്യന്റെ അർത്ഥശാസ്ത്രം IAS-ന്റെയും ഭാഗമാക്കിയിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ അതൊരു ഫുൾ പേപ്പറാണ്. ഇന്ന് ലോകത്തിലെ ധാരാളം സ്ഥലത്ത്, ധാരാളം രാജ്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകൾ പഠിപ്പിക്കുന്ന, ട്യൂഷൻ കൊടുക്കുന്ന, പഠിപ്പിക്കുന്ന സ്ഥലത്ത് ചാണക്യന്റെ അർത്ഥശാസ്ത്രം 21ാം നൂറ്റാണ്ടിൽ 2016 പഠിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കാം, സാമവേദത്തിന്റെ അഥർവവേദമായ ഗാന്ധർവവേദം. നമ്മുടെ സംഗീതം മുഴുവനും പൈതൃകമായി 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് യാഗശാലയിൽ ആലപിച്ചിരുന്ന സംഗീതം, പിന്നെ ശാർങ്ങധരന്റെ സംഗീത രത്നാകരം പോലെ 1000-1500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സംഗീത ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സപ്തസ്വരങ്ങൾ. ആ സപ്തസ്വരങ്ങളിൽ 8ാമത്തെ ഒരെണ്ണം ചേർത്തിട്ടില്ല, സപ്തസ്വരങ്ങളെ 6ആക്കിയിട്ടുമില്ല. ഈ ഭാരതത്തിലുള്ള സർവ്വ സംഗീത കോളേജുകളിലും, ഹിന്ദുസ്ഥാനി ആണെങ്കിലും കർണാടിക് മ്യൂസിക് ആണെങ്കിലും, ലോകത്തിൽ ഭാരതീയരെ പഠിപ്പിക്കുന്ന സംഗീതങ്ങളിലാണെങ്കിലും, കഥകളിയിലും ഓട്ടംതുള്ളലിലും ബാക്കിയുള്ള എല്ലാ കലകളിലുമുള്ള സംഗീതമാണെങ്കിലും ഗാന്ധർവവേദത്തിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ്, 3000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ നിലനിന്നിരുന്ന സംഗീതം തന്നെയാണ് ഇന്നും പഠിപ്പിക്കുന്നത്. കോളേജുകളിലൂടെ ഗവൺമെന്റ് ശമ്പളം കൊടുത്ത്, ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ അർത്ഥശാസ്ത്രം, ഗാന്ധർവവേദം, ആയുർവേദം. ഇന്ന് കേരളത്തിൽ എത്രയാ? 60ഓളം ആയുർവേദ കോളേജുകളുണ്ട്. ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് മെഡിക്കൽ ബോർഡ് അംഗീകരിച്ച ആയുർവേദ കോളേജ്. അതും 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കുന്നത്. സുശ്രുത സംഹിതയും ചരക സംഹിതയും അഷ്ടാംഗ ഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും എല്ലാം പഠിപ്പിക്കുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ കൂടുതലായിട്ട് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും ഒക്കെ വരുത്തിയിട്ടുണ്ട്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജ്യോതിഷത്തിന്റെ മാത്തമാറ്റിക്സ്, ജ്യോതിഷം ഇന്നും കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള ധാരാളം യൂണിവേഴ്സിറ്റികളിൽ ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അന്ധവിശ്വാസമാണ്, അനാചാരമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ പഠിപ്പിക്കാൻ ഇപ്പോഴും പഠിക്കാൻ വിദ്യാർത്ഥികളുണ്ട്. ISROയിലെ 300ഓളം ശാസ്ത്രജ്ഞന്മാര് ജ്യോതിഷം പഠിക്കുന്നുണ്ട്. ധർമ്മരാജയ്യരുടെ കീഴില്, അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ സയൻസിന്റെ ഡീനായിരുന്നു ഡോക്ടർ ധർമ്മരാജയ്യര്. വേദാംഗ ഗവേഷണശാല എന്ന് പറഞ്ഞ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം തിരുവനന്തപുരത്തിലെ ക്ലാസ്സിൽ പഠിക്കാൻ എത്ര ശാസ്ത്രജ്ഞന്മാരാണ് ISROയിൽ വരുന്നത്. പ്രൊഫസർ മാധവൻ സാറ്, അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഡോക്ടർ മാധവൻ സാറ്, അദ്ദേഹത്തിന്റെ അവിടെ എത്ര പേരാ ജ്യോതിഷം പഠിക്കാൻ വരുന്നത്? ISROയിലെ തന്നെ ഡോക്ടർ നമ്പ്യാര്, ISRO സയന്റിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ കീഴിൽ എത്ര പേരാ പഠിക്കാൻ വരുന്നത്? പ്രൊഫസർ നാരായണപിള്ള സാറ്, അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. എത്ര പേരാ ജ്യോതിഷം പഠിക്കാൻ വരുന്നത്? ഇപ്പോൾ ഗവൺമെന്റും പഠിപ്പിക്കുന്നുണ്ട്, പ്രൈവറ്റായിട്ടും പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും പഠിപ്പിക്കുന്നുണ്ടത്. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് വേണമെന്നുള്ളവർക്ക് പഠിക്കാനുള്ള അവസരം ഇന്നും ഉണ്ടാക്കുന്നുണ്ട്. വാസ്തുവിദ്യ, ആറന്മുളയിലെ വാസ്തുവിദ്യ സെന്റർ ഉണ്ട്. മാത്രമല്ല കോഴിക്കോട് RECയിലും, ഇപ്പോൾ ഭാരതത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് വാസ്തുവിദ്യ പഠിപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റ് ശമ്പളം കൊടുത്തുള്ള സ്ഥാപനങ്ങളിലുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് വാസ്തുവിദ്യ ഇന്നും പഠിപ്പിക്കുന്നുണ്ട്. പഴയ അറിവാണത്, മറക്കരുത്.
അതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ആലോചിച്ച് നോക്കുക, ശിക്ഷാഗ്രന്ഥങ്ങള്, നിരുക്തം, ഇത് എല്ലാ ഭാഷകളിലും, ഭാരതത്തിൽ പഠിപ്പിക്കുന്ന ഭാഷകളില് ഭാഷയുടെ ഉത്ഭവം, ധാതുക്കൾ മുതൽക്ക് വിവരിക്കുന്നത് ഈ 2500-3000 വർഷം മുമ്പ് എഴുതിയ പുസ്തകത്തിന്റെ ബേസിക് പ്രിൻസിപ്പിളിലൂടെയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. UGC അപ്രൂവ് ചെയ്ത യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നുണ്ട്. BA വ്യാകരണം, MA വ്യാകരണം എന്ന് പറയുന്നത് തന്നെ ഒരു പുസ്തകമാണ്, ഒരു ഡിഗ്രിയാണത്. അതും 2300 വർഷങ്ങൾക്ക് മുമ്പ് പാണിനി എഴുതിയ, അല്ലെങ്കിൽ പതഞ്ജലി എഴുതിയ മഹാഭാഷ്യം, പാണിനി എഴുതിയ അഷ്ടാധ്യായി, അത് തന്നെ ഇപ്പോഴും പഠിപ്പിക്കുന്നേ. അതുപോലെ ഭാഷാശാസ്ത്രത്തില് പിംഗളാചാര്യന്റെ ചന്ദ്രശാസ്ത്രമില്ലാതെ കവിതയിലെ വൃത്തം എഴുതാൻ സാധിക്കില്ല. കവിത 10ാം ക്ലാസ് വരെയോ അതിന് ശേഷമോ MA ഏത് ഭാഷ പഠിപ്പിക്കുകയാണെങ്കിലും കവിതയുടെ വൃത്തം, നിയമങ്ങൾ മുഴുവൻ എഴുതിയത് ചന്ദ്രശാസ്ത്രത്തിലാണ്. അതുപോലെ നമ്മുടെ ദർശനം, വൈശേഷിക ദർശനം MA ഡിഗ്രി ഉണ്ട്, യോഗ BA ഡിഗ്രി ഉണ്ട്, MA ഡിഗ്രി ഉണ്ട്, പുതിയതായിട്ട് ലോകത്ത് എല്ലായിടത്തും അത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യായശാസ്ത്രം, MA ന്യായം ആണ്. എന്താ വിഷയം എന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ ന്യായത്തിൽ MA ഡിഗ്രിയാന്ന് പറയും. അതും 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. ഈ യുക്തിവാദികളും ബുദ്ധിജീവികളും എന്ന് പറയുന്ന വ്യക്തികളൊന്ന് ചിന്തിച്ചു നോക്കിയാല് ബൈബിളില് UGC എമൗണ്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് എ നേഷൻ, ഏതെങ്കിലും രാജ്യത്തില് ഒരു വിഷയം ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് ഗവൺമെന്റ് അധ്യാപകരെ അപ്പോയിന്റ് ചെയ്തിട്ട് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പൈതൃക വിഷയങ്ങൾ ബൈബിളിൽ നിന്ന് എത്ര പഠിപ്പിക്കുന്നുണ്ട്? ഇവിടെയുള്ള ധാരാളം അച്ഛന്മാരെ ഡോക്ടറേറ്റ് വെച്ചിരിക്കുന്ന മുഴുവനും ദൈവശാസ്ത്രത്തിലാണ്. 1ാമത്തെ ദിവസം പഠിച്ചുണ്ടായി, 2ാമത്തെ ദിവസം വായു ഉണ്ടായി, 5ാമത്തെ ദിവസം ആണിനെ ഉണ്ടാക്കി, 6ാമത്തെ ദിവസം അതിന്റെ വാരിയെല്ലെടുത്ത് പെണ്ണിനെ ഉണ്ടാക്കി, എന്നിട്ട് അവർ തമ്മിൽ ഒരുമിച്ച് ചേർന്നു, എന്നിട്ട് കായീനുണ്ടായി, കായീൻ ഒരു പെണ്ണിനെ കെട്ടി. ലോകത്തിലെ പമ്പര വിഡ്ഢിത്തം മാത്രമുള്ള ഒരു ഉൽപ്പത്തി എന്ന ഭാഗം അറിയുന്ന, അതിനെ എന്തൊക്കെയോ പഠിച്ച് 2 പാപികളിൽ ഒരു പാപി മറ്റേ പാപിയെ പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന മാതിരി ഒരു അന്ധൻ മറ്റേ അന്ധനെ ഡോക്ടറേറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഈ അച്ഛന്മാർക്കെല്ലാം തിയോളജിയിൽ ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയല്ല, ഡോക്ടറേറ്റ് അല്ല ഇത്. ഇത് വ്യാകരണത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട്, സംസ്കൃത സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട്, സംസ്കൃതത്തിലെ ന്യായശാസ്ത്രത്തിലെ ഡോക്ടറേറ്റ്, യോഗയിൽ ഡോക്ടറേറ്റ്, എല്ലാം UGC കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുന്നതാണ്. അതേപോലെ അർത്ഥശാസ്ത്രം IAS-ന്റെ ഭാഗമാണ്, ചെറിയ രീതിയിൽ PAS-ന്റെ ഭാഗമാണ്, ഒരു ഫുൾ പേപ്പർ, പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഫുൾ പേപ്പറായിട്ട് ഭാഗമാണ്. അതേപോലെ എത്ര ലോഹതന്ത്രം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും IIT ഖരഗ്പൂരിലും IIT ഡൽഹിയിലുമൊക്കെ ഈ ഉജ്ജ്വലമായിട്ടുള്ള ഭരദ്വാജന്റെ യന്ത്രസർവസ്വത്തിലെ മെറ്റാലിക് അലോയ് ഉണ്ടാക്കിയിട്ട് റിസർച്ച് നടത്തുന്ന ഒരു ഇൻഡോളജി വിഭാഗം തന്നെയുണ്ട്. അപ്പൊ നമ്മളുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്, അത് റിസർച്ച് നടത്തുന്നുണ്ട്. അതാണ് അതിൻ്റെ മഹത്വമേറിയ കാര്യം എന്നുള്ളത് അറിയാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. പൈതൃകം എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് അധ്യാപകരെ നിയമിച്ച് ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പൈതൃക വിജ്ഞാനം ഇന്ന് ഭാരതത്തിലുള്ളതുപോലെ ലോകത്തിൽ ഒരിടത്തുമില്ല. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ പോയപ്പോൾ ഞാൻ അവർക്ക് ഉപനിഷത്ത് എടുത്തു. അവരുടെ സിലബസിന്റെ ഭാഗമാണ് ഉപനിഷത്ത് പഠിപ്പിക്കല്. ന്യൂ ഏജ് തെറപ്പി എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു വരിയാണ് ന്യൂ ഏജ് തെറപ്പി. ശരീര മനസോ യോഗ പരസ്പരം അനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. ശരീരവും മനസ്സും പരസ്പരം കോംപ്ലിമെന്ററിയാണ്. മനസ്സിലെ സുഖദുഃഖങ്ങൾ ശരീരത്തെയും ശരീരത്തിലെ സുഖദുഃഖങ്ങൾ മനസ്സിനെയും ബാധിക്കുന്നു എന്നുള്ളതാണ് ന്യൂ ഏജ് തെറപ്പിയുടെ ഏറ്റവും അടിസ്ഥാന പ്രിൻസിപ്പിൾ. അത് മനസ്സിലാക്കണമെങ്കിൽ സുകൃതം എന്ന സിനിമ കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നു. ഈ ഭാരതത്തിലെ പൈതൃകം ഔട്ട്ഡേറ്റഡ് അല്ല. യോഗാദവി വിഷം തീക്ഷ്ണം ഭവേത് ഭൈഷജ്യമുത്തമം ഭൈഷജ്യമവിദുർയുക്തം ഭവേത് തീക്ഷ്ണം വിഷം. ഒരു പ്രത്യേക കോമ്പിനേഷൻ കൊണ്ട് ഏത് വിഷത്തെയും മരുന്നാക്കി മാറ്റാം. അതേസമയം ദുരുപയോഗം ചെയ്യുന്ന മരുന്ന് വിഷത്തിന് തുല്യമാണ്.
ശരിക്കും എന്ത് ഭംഗിയായിട്ടാണ് മോഡേൺ മെഡിസിനിലുള്ള പ്രിൻസിപ്പിൾ ഇവിടെ ശുശ്രൂതൻ BC 500 പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഏത് ചോദ്യം വേണം ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്. സംവാദത്തിനൊന്നും ഞാനില്ല. എനിക്ക് കാരണം എന്താ അറിയോ? അടുത്ത കാലത്ത് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്കൊരു ഇമെയിൽ അയച്ചിരുന്നു. അദ്ദേഹമായിട്ട് കുറേ കാലത്തെ ബന്ധമുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്നെ സാറെന്നൊന്നും വിളിക്കേണ്ട എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഈ ചിദാനന്ദപുരിയും C. രവിചന്ദ്രൻ തമ്മിലുള്ള ഒരു സംവാദം നടന്നിരുന്നു അടുത്ത കാലത്ത്. അതിൽ ഇദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ, ഈ ജോൺ പറഞ്ഞതാണ്. അതായത് ഈ സംവാദത്തിലുള്ള കണ്ടീഷനുകൾ ഒന്നും ചിദാനന്ദപുരി അറിയിച്ചിരുന്നില്ല. ഈ രവിചന്ദ്രൻ പറയാനുള്ളത് കുറെ പറഞ്ഞു. അതിനുശേഷം ചിദാനന്ദപുരി പറഞ്ഞു. അത് കഴിഞ്ഞത് അവസാനിച്ചു. വേറെ ആരോ ഒരാൾ പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ, ആരുടെയോ മൊബൈൽ ഫോണിൽ ഈ രവിചന്ദ്രൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ഒരു സീനും കാണിച്ചിരുന്നു എന്ന്. ഞാനത് വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞതല്ല, അദ്ദേഹത്തിനെ ഇടിച്ചു താഴ്ത്താൻ പറഞ്ഞതല്ല. വേറെ എൻ്റെ കൂട്ടത്തിലുള്ള KR പ്രസാദ് പറഞ്ഞു, അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരുന്നുണ്ടായിരുന്നു എന്ന്. ചിലപ്പോൾ അത് ശരിയാവാം, തെറ്റാവാം. പക്ഷേ എന്നെ അറിയിച്ചത് ശരിക്ക് C. രവിചന്ദ്രൻ 10 മിനിറ്റ് ഒരു പ്രഭാഷണം നടത്തും. എന്നിട്ട് അതിന് മറുപടി 10 മിനിറ്റ് ചിദാനന്ദപുരി കൊടുക്കും. എന്നിട്ട് വീണ്ടും 10 മിനിറ്റ് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ സംഘാടകർക്ക് തോന്നി ചിലപ്പോ ഈ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അതുകൊണ്ട് രവിചന്ദ്രൻ 10 മിനിറ്റൊന്നുമല്ല, കുറെ അങ്ങോട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ ചിദാനന്ദപുരി സംസാരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും രവിചന്ദ്രനോട് സംസാരിച്ചു. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ ഈ സംവാദത്തിന്റെ റൂൾ അവിടെ എഴുതി വെച്ചിരുന്നത് ചിദാനന്ദപുരി കണ്ടപ്പോ പറഞ്ഞു എന്ന്, ഈ റൂളൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ, ഈ ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ജയിക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിച്ചതല്ലേ ഇത് എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്തു എന്ന് പറയുന്ന കേട്ടു. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ നേരിട്ട് കേട്ടതല്ല, അവിടെ സാക്ഷിയായിട്ടിരുന്ന വ്യക്തി അറിയിച്ചിരുന്നതാണ്. അപ്പൊ ശരിക്ക് നമ്മളുടെയൊക്കെ ലക്ഷ്യം ചിലരുടേത് ഇതിലൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാം, ഇതൊക്കെ പിന്തിരിപ്പനാണെന്ന് വരുത്തി തീർക്കാം. ഭാരതത്തിലെ മനസ്സിനകത്ത് എങ്ങനെയാണോ ശൂന്യത സൃഷ്ടിക്കാൻ ലോർഡ് മെക്കോളെയും മാക്സ് മുള്ളറും ഒക്കെ ശ്രമിച്ചത്, എന്നിട്ട് ആ ഭാരതീയ പൈതൃകത്തോട് അവജ്ഞ തോന്നുന്ന ഇന്ത്യക്കാരന്റെ മനസ്സിൽ ബൈബിള് കുത്തി നിറയ്ക്കലായിരുന്നു അവരുടെ ഉദ്ദേശം. ബൈബിള് കുത്തി നിറയ്ക്കല്. ഇന്നത്തെ ഉദ്ദേശം നമ്മുടെ നാടിനെ അങ്ങോട്ട് അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക. എന്നിട്ട് എന്ത് സന്തോഷമാണ്, സംതൃപ്തിയാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് അറിയുന്നില്ല. സ്വന്തം അമ്മ വേശിയാണെന്ന് വിളിക്കുന്നതില്, സ്വന്തം അച്ഛൻ പിമ്പാണെന്ന് വിളിക്കുന്നതില്, സ്വന്തം വീട് ബ്രോത്തലാണെന്ന് പറയുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന കുറെ വ്യക്തികൾക്ക് കൂടി വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.